ഗായ്സ്, ഇറ്റ്സ് മീ ശ്രാപ്പ. ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഞാനും ഏഞ്ചലയും കൂടി സൈക്ലിങ്ങിന് പോവാണ്. അപ്പം നിങ്ങളെയും കൂടി കാണിച്ചു തരാൻ വിചാരിച്ചു. അപ്പം വാ, ലെറ്റ്സ് ഗോ. നമ്മൾ സൈക്ലിങ്ങിന് പൊക്കോണ്ടിരിക്കുകയാണ്. എങ്ങോട്ടാന്ന് വെച്ചാൽ ഒരു പ്ലാൻ ഇല്ല, പെട്ടെന്ന് ജസ്റ്റ് സൈക്കിൾ എടുത്തോണ്ട് ഇറങ്ങിയതേ ഉള്ളൂ. ഇന്ന സ്ഥലം എന്നൊന്നുമില്ല. നമുക്ക് ഡിക്സൺ റോഡ് മൊത്തം കറങ്ങാം അല്ലേ? അറിയാവുന്നിടത്തൊക്കെ മൊത്തം കറങ്ങാം. നമ്മളിപ്പോൾ പൊക്കോണ്ടിരിക്കുകയാണ്. ഞാൻ ഒറ്റക്കൈയിൽ വ്ളോഗ് എടുത്തോണ്ടിരിക്കുകയാണ്. ഒറ്റക്കൈ വെച്ച് സൈക്കിൾ ഓടിക്കുകയാണ്. സോ ഫോൺ ചിലപ്പം ഷേക്കാവും. അയ്യോ ഷേക്കായി. സോ ഗൈസ്, നമ്മൾ ഇടയ്ക്ക് വെച്ച് കട്ട് ചെയ്യും. കാരണം നമ്മളിപ്പം തിരിച്ച് വീട്ടിലോട്ട് വേണം. നമ്മൾ ഹെൽമെറ്റ് എടുക്കാൻ മറന്നുപോയി. അപ്പോൾ നമ്മൾ ഹെൽമെറ്റ് എടുത്തിട്ട് വരാമെന്ന് വിചാരിച്ച്. അപ്പോൾ നമ്മൾ പകുതി വരെ എത്തിയിട്ട് നമ്മൾ തിരിച്ച് പോവുകയാണ്. ലേ പക്ഷെ നമ്മൾ അസസ്മെൻറ്റിനുള്ള വീഡിയോ എടുക്കാനാണ് സത്യം പറഞ്ഞ സൈക്ലിങ്ങിന് ഇറങ്ങിയത്. അതെ ആൾക്കാരൊക്കെ നോക്കുന്നത്. അയ്യോ റോട്ടിൽ ഇങ്ങനെ ഒറ്റ കൈ വെച്ച സാഹസ്യ പരിപാടികളൊക്കെ ചെയ്താൽ ആരെങ്കിലും നോക്കൂലേ? അസസ്മെൻ്റ് എടുക്കാനാണ് നമ്മൾ സൈക്കിൾ എടുത്ത് സത്യം പറഞ്ഞാൽ ഇറങ്ങിയത്. പക്ഷെ അതിൻ്റെ ഒരു വീഡിയോ നമുക്ക് ചെറിയൊരു പോർഷൻ വേണമായിരുന്നു. നമ്മൾ അതെടുത്തു. ഇനി നമ്മൾ ഇതേ കണക്ക് സൈക്കിൾ ഓടിച്ച് നമ്മൾ വെറുതെ ഒന്ന്, ഞങ്ങളുടെ ഫസ്റ്റ് ടൈം ആണ് ഞങ്ങൾ ഒരുമിച്ച് സൈക്കിൾ എടുത്ത് ഇറങ്ങുന്നത്. അപ്പോൾ ഞങ്ങൾ വെറുതെ ഒന്നിങ്ങനെ കുറേ സ്ഥലത്ത് പോകാമെന്ന് വിചാരിച്ചു. ഇനി 6 മണിക്ക് വീട്ടിൽ കയറിയാൽ മതി. അപ്പം 6 മണി വരെ ഇങ്ങനെ. പിന്നെ ഞാൻ ഏഞ്ചലയുടെ വീട്ടിൽ പോകുന്നുണ്ട് ഡാൻസ് പ്രാക്ടീസ് ചെയ്യാൻ, സ്കൂളിൻ്റെ ഡാൻസിനുള്ളത്. അപ്പം അതെ, സമ്മർ സെറ്റിലെ അമ്മച്ചിമാരെ പുറത്തു വിട്ടു. കഴിവ് എനിക്കിത് ഇങ്ങനെ വീഡിയോ എടുത്തെത്തുമ്പം. പക്ഷെ കുഴപ്പമില്ല, നമുക്ക് എന്തായാലും ബ്ലോഗിന് എന്തെങ്കിലുമൊക്കെ വേണമല്ലോ. ഇപ്പം ഏഞ്ചല ഇനി മുതൽ എൻ്റെ മിക്ക വീഡിയോസിലും കാണും. അതെ, ഏഞ്ചലയാണ് എനിക്ക് മിക്ക കണ്ടന്റുകളും പറഞ്ഞു തരുന്നത്. സോറി ഗൈസ്, നമ്മൾ ഹെൽമെറ്റ് ഇട്ടപ്പോൾ കുറച്ച് ലുക്കൊക്കെ മാറി. പക്ഷെ നമുക്ക് ഹെൽമെറ്റ് ഇല്ലാണ്ട് ഇവിടെ സൈക്ലിങ്ങിന് ഇറങ്ങാൻ പറ്റില്ല. ചില ആൾക്കാർ ഇറങ്ങുന്നതിനെ കണ്ടിട്ടുണ്ട്. പക്ഷെ നമ്മൾ റൂൾസ് എന്തായാലും ഇത് ചെയ്യണം കേട്ടോ. സോ നമ്മൾ വീണ്ടും തിരിച്ച് അങ്ങോട്ട് തന്നെ പോവുകയാണ്. ലെറ്റ്സ് ഗോ. കാറ്റ് നമ്മളിവിടെ നിർത്തിയേ പറ്റും. ഒരു കാടിനൊക്കെ ഉണ്ട് അറിയോ? അവിടെ ആ പൈൻ ഫോറസ്റ്റിനകത്തോടി കയറിയാലോ? അവിടെയല്ലേ? നല്ല രസമുണ്ട് വീഡിയോ എടുത്തോണ്ട് പോവാൻ. ഇടയ്ക്കിടയ്ക്ക് കയ്യും മേടിക്കുന്നത് അത്രേ ഉള്ളൂ. ഈ വാല് തൂങ്ങി വരുന്നത് നമ്മുടെ സൈക്കിൾ തന്നെ. ഏഞ്ചലെ പറപ്പിച്ച് പോകുക. ഞാൻ ഏഞ്ചലെ കാണിച്ചത്, ഏഞ്ചല പറപ്പിച്ച് പോകുന്നു ഗൈസ്. നോക്കി, ഏഞ്ചല എന്നെക്കാളും മുമ്പിലേ പോയി. ഞാൻ ഫ്രണ്ടിലോട്ട് കയറി. സൈഡ് കൊടുത്ത് കയറിയതാണ്. എപ്പോഴെങ്കിലും ഇവിടെ എന്നെ ഫ്രണ്ടിലോട്ട് കയറാൻ നോക്കും. ഫ്രണ്ടിലോട്ട് കയറി എനിക്ക് ഇവിടെ വീഡിയോ എടുക്കാൻ പറ്റത്തില്ല. അയ്യാ, ഇപ്പോഴേ ഒറ്റയ്ക്ക് വെച്ച് അതാ, ഫോണില്ലാതെ സൈക്ലിങ്ങിന് വേണ്ടി അടിപൊളിയാണ്. കാരണം ഫോണും കൊണ്ട് വരികയാണെങ്കിൽ നമുക്ക് ഫോൺ എവിടെ വെക്കാൻ പറ്റുമെന്ന് അറിയത്തില്ല. സൈക്കിളിലൊരു സ്റ്റാൻഡ് ഉണ്ട്, പക്ഷെ അത് ഇച്ചിരി ലൂസാണ്. സോ കൈ തന്നെ ഫോൺ പിടിക്കണം. പോക്കറ്റ് വെച്ചാൽ ഫോൺ കൈ വീഴും.
അപ്പം അങ്ങനെ നമ്മൾ കൈ തന്നെ പിടിക്കണം. കൈ ഇങ്ങനെ പൊക്കി പിടിച്ചുകൊണ്ടിരിക്കുമ്പോൾ വേദനിക്കും. നമുക്ക് ക്രോസ് ചെയ്യാം. കർത്താവേ, ഓക്കെ ഇപ്പം ഡൺ. എന്ത് നോക്കട്ടെ എന്ന് വാ. നമുക്കിപ്പോൾ ഒരു നോ എക്സിറ്റ് ഉള്ളൊരു സ്ഥലം വരെ പോയിട്ട് വരാം. എനിക്ക് അതിലെന്താ പറയേണ്ടതെന്നൊന്നും അറിയത്തില്ല. അമ്മേ, അവിടെ പോയിട്ട് വരാം. അതാ എവിടെയാ? ഇവിടെയാണോ? അമ്മേ, ഞാൻ കുറച്ച് ഫോൺ ഇങ്ങനെ വെക്കാം. എങ്ങനെ ഉണ്ടാവുന്നൊന്നും എനിക്കറിയത്തില്ല. എനിക്ക് ഇങ്ങനെ വെച്ച് ഓടിക്കാം. പിന്നെ ഇനി മുതൽ നല്ല പൊളപ്പൻ വീഡിയോസൊക്കെ വരുന്നതായിരിക്കും. അതെ, അത് ഒന്നും കൂടി കേട്ടില്ല, ഒന്നും കൂടി പറയോ? അതെ, ഞാൻ സത്യം പറഞ്ഞ സൈക്കിളിൻ്റെ ഒരു ഇതിൽ വ്ളോഗ് എടുക്കാൻ എനിക്ക് പ്ലാൻ ഇല്ലായിരുന്നു. പെട്ടെന്ന് അയ്യോ, ഏഞ്ചല പറഞ്ഞൊരു പ്ലാനാണ് ഒരു വ്ളോഗ് എടുത്താലോ. അപ്പം ഫോൺ എന്തായാലും കയ്യിലുണ്ട്. അസസ്മെൻറ്റിനുള്ള വീഡിയോ എടുക്കണം. അപ്പം നമ്മൾ വ്ളോഗ് എടുത്തതേ ഉള്ളൂ. അയ്യോ, കൈ വേലിക്കുന്നുണ്ട്. പക്ഷേ അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഞാൻ കൈ ഇങ്ങനെ താത്ത് വെക്കാം. ഓക്കെ, ഇതിലേതാ? അതാണോ? ഓക്കെ, ഞങ്ങൾക്കറിയാവുന്നൊരു ഫ്രണ്ടിൽ വീട് ഇവിടെ ഉണ്ടായിരുന്നു. അയ്യോ, ഇപ്പം ഞാൻ ഗേറ്റ് ഇടിച്ചാനെ. അപ്പച്ചനെ ഗേറ്റ് തുറന്നിട്ടേക്കുക. സൈക്കിൾ ഓടിക്കുന്ന സൈഡ് വഴി തനി ഗേറ്റ് തുറന്നു കിടക്കണം. പ്ലീസ്, നല്ല അടിപൊളിയായിട്ടില്ലേ സ്കൈ കാണാൻ? അയ്യോ, അങ്ങനെ നമ്മളിപ്പം എത്ര ഇത് ഓടിച്ചു എന്നൊന്നും എനിക്കറിയത്തില്ല, എത്ര ദൂരം ഓടിച്ചു എന്നൊന്നും എനിക്കറിയത്തില്ല. നമ്മൾ എന്തായാലും ലേറ്റായിട്ട് വീട്ടിൽ കയറുള്ളൂ. ഒരു നല്ല ഭംഗിയുള്ള സ്ഥലത്തോട്ടോ അല്ലേ? ഇനി ഏഞ്ചൽ എന്തേലും പറ. എന്തേലും പറ. ഓക്കെ, ഞാൻ അതിലാണ്. എന്തേലും പറ. അസസ്മെന്റിന് പോവാണ്. മെയിൻ നമ്പർ തിങ് ഇതുവഴി തന്നെയാണെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. യെസ്, ക്രോസ് ചെയ്യണമല്ലോ. ഇനി നമുക്കൊന്ന് ക്രോസ് ചെയ്യാം ഗൈസ്. ഫോൺ ഇടയ്ക്കിടയ്ക്ക് ഞാൻ താക്കും. ഇവിടുന്ന് ക്രോസ് ചെയ്യാം. ഐ ഹോപ്പ് വണ്ടി ഒന്നും ഹേ. നമ്മളിനി ഒരു എന്ത് അതാ കാതറിന്റെ വീട്ടിൽ നമ്മൾ പോയിട്ടുണ്ട്. പക്ഷെ അന്ന് എനിക്ക് വ്ളോഗ് എടുക്കാനുള്ള ക്യാമറ ഇതില്ല, പൊട്ടിയിരിക്കുമായിരുന്നു ഫോണ്. അപ്പം വ്ളോഗ് എടുക്കാനുള്ള ഒരു വഴി ഉണ്ടായിരുന്നില്ല. ഇതിപ്പം ഫോണും സെറ്റായി. പിന്നെ എനിക്ക് അസസ്മെന്റിന്റെ കാര്യത്തിലാണ് മെയിനായിട്ട് ഇറങ്ങിയത്. ഈ ഐഡിയ തന്നെ ഇട്ടത്. ഇല്ലേല് ട്രൂ ഇല്ലേല് നമ്മൾ ഇറങ്ങത്തില്ലായിരുന്നു. ബസ് വന്നു. അയ്യോ, നമ്മൾ ബ്രേക്ക് പിടിച്ചിറങ്ങണ ഒരു ഭയങ്കരമായിട്ടുള്ളൊരു ഇത് ഇറങ്ങണം. ഞാൻ കാണിച്ചു തരാം. ഗൈസ്, ഇവിടെ തെന്നുന്നുണ്ട് ഗൈസ്. നിക്ക് ഇവിടെ എന്തോ പണി ഇങ്ങനെ നടക്കാൻ തോന്നുന്നു. നല്ല തെന്നുന്നുണ്ട്. നല്ല സൂപ്പറായിട്ടുണ്ടായിരുന്നു.
ഞാൻ ഇനി കുറച്ച് നേരം കട്ട് ചെയ്യാം. എനിക്കിവിടുന്ന് വീഡിയോ എടുക്കാൻ പറ്റത്തില്ല. ഓക്കെ ഗൈസ്, നമ്മളിനി ആ കാട്ടിലോട്ട് പോകുന്ന വഴിയിലോട്ടുകൂടി പോവുകയാണ്. ഈ സൈഡ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് വരാൻ, നല്ല ഭംഗിയാണ് കാണാൻ നല്ല ഭംഗിയാണ് ഇവിടെ. പക്ഷെ ഇങ്ങനെ സ്ലോപ്പാണ്, സൈക്കിളങ്ങ് ഷൂന്നും പറഞ്ഞു പോകും. അതുകൊണ്ട് നമുക്കിവിടെ പതുക്കെ പോകാനേ പറ്റൂ. നടുറോട്ടി കൊണ്ട് സൈക്കിൾ വെച്ചേക്കുന്നു. അത് സൈഡിൽ വെച്ചൂടെ നമുക്ക്? യെസ്, കടന്നിരിക്കുന്നു നമ്മൾ. വാവ്, എനിക്ക് ഈ സൈഡിൽ സൈക്കിളിൽ വരാൻ ഭയങ്കര ഇഷ്ടമാണ്. കർത്താവേ, നമ്മൾ ഇനി ഇവിടുന്ന് ഇതിലേ കൂടെ കയറണം. എന്നിട്ട് ബ്രേക്ക് പിടിക്കണം. ബ്രേക്ക് പിടിച്ചിട്ട് അയ്യോ സൂക്ഷിക്കണേ, ബി റിയലി കെയർഫുൾ. ഞാൻ കുറച്ച് കളിച്ചു. ഞാൻ ഈ മലയൊന്ന് കയറട്ടെ, അതിന് ഉരുട്ടണം എൻ്റെ മുന്നോ. കാരണം 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 ഇവിടെ നിന്ന് ഞാൻ ഫോട്ടോ എടുത്തിട്ടുണ്ട്. പിന്നെ മല കയറാൻ ഫോണും സൈക്കിളും എല്ലാം കൂടി ഒരുമിച്ച് വെച്ച് കയറാൻ പാടാം. സോ ഗൈസ്, ഞാൻ ഇവിടെ വെച്ചൊരു ഫോട്ടോ എടുത്തിട്ടുണ്ട്. ഇത് പൈൻമരമാണെന്ന് തോന്നുന്നു അല്ലേ? നമുക്ക് പകുതി പോയാൽ കേട്ടോ. എനിക്ക് കറക്റ്റ് ഇവിടെ വരാൻ പേടിയാ. ഗൈസ്, നമ്മളിനി അങ്ങോട്ട് പോകാം. എനിക്കിവിടെ ഒരു സ്ഥലം അറിയാം, ഇതിനകത്ത് തന്നെ. പക്ഷേ നമ്മളിപ്പോൾ അങ്ങോട്ട് പോകുന്നില്ല. ഇനി ഗൈസ്, നമ്മൾ ഈ കാട്ടിനകത്ത് കയറാൻ പോവുകയാണ്. എന്ന് തോന്നുന്നു. എന്തുവാ സമയം? ഇപ്പം 4:10. 4:10. നമുക്കൊരു 6 മണിക്ക് എനിക്ക് വീട്ടിൽ കയറാൻ മതി. പിന്നെ അപ്പം ഒരു 4:30 വരെ നമുക്ക് സൈക്കിളല്ല, 4:45 വരെ സൈക്കിൾ ഓടിച്ചടക്കാം. എന്നിട്ട് നമുക്ക് ഡാൻസ് പ്രാക്ടീസ് ചെയ്യാൻ ഏഞ്ചലയുടെ വീട്ടിൽ പോവാം. ഇനി നമുക്ക് പോവാം. നമ്മൾ സത്യം പറഞ്ഞാൽ റെസ്റ്റ് എടുക്കാനാണ് ഇവിടെ നിന്ന് ഇത്ര നേരം സംസാരിച്ചുകൊണ്ടിരുന്നത്. സത്യം പറയാനുള്ളത് ഞാൻ അങ്ങനെയാണ്. വീഡിയോ കർത്താവേ, ഇവിടെ ബ്രേക്ക് പിടിച്ചിറങ്ങിയില്ലെങ്കിൽ വല്ല കൊക്കയിലും പോയി കിടക്കാം. വാവ്, നല്ല രസമുണ്ട് കാണാൻ. അതെ ഭംഗിയുണ്ട്, നല്ല നേരിട്ട് കാണാൻ നല്ല ഭംഗിയുണ്ട്. ഫോണിലും അത്യാവശ്യം നല്ല രസമുണ്ട്. അവിടെയും കാട്, ഇവിടെയും കാട്. പക്ഷെ ഇവിടെ ആനിമൽസ് അങ്ങനെയൊന്നുമില്ല. അവിടുന്ന് താഴോട്ട് ഇറങ്ങിയാൽ എന്താ പറയുക, കായലല്ലല്ലോ അതിന് പറയാ, ലേക്കോ അങ്ങനെ എന്തോ ഒരു സംഭവമുണ്ട്. എനിക്ക് കായലും ലേക്കും കടലും കടലും കായലും തമ്മിലുള്ള ഡിഫറൻസ് അറിയാം. പക്ഷെ കായലും ലേക്കൊക്കെ തമ്മിൽ എന്തോ പറയണേ, അങ്ങനെ വേറൊന്നും എനിക്കറിയത്തില്ല. പക്ഷെ ആരാണ് ഇതേ കണക്കത്തെ ഇങ്ങനെ ഭംഗിയുള്ള സ്ഥലമൊക്കെ ഇവിടെ സെറ്റ് ചെയ്തത്? ഇവിടുന്ന് താഴോട്ട് ഇറങ്ങിയാൽ ലേക്ക് പോലത്തെ സ്ഥലമൊക്കെ. നമുക്കിവിടെ നിന്ന് ഇറങ്ങിയാലോ? സൈക്കിളായി താഴെ വെച്ചോ. അപ്പോൾ നമ്മൾ സൈക്കിൾ താഴെ വെച്ചു. എങ്ങനെയൊക്കെ ഇറങ്ങ്. എനിക്ക് പേടിപ്പിക്കല്ലേ? അത് അവിടെ, ഇവിടുന്ന് അങ്ങോട്ട് റോഡല്ലേ? ഓടി എന്നെ ഇങ്ങോട്ട് പേടിപ്പിക്കല്ലേ? ഇറങ്ങി. അപ്പം ഞാൻ പറയാമല്ലോ, അവിടെ എന്തോ വഴിയൊക്കെ ഉണ്ട്. എനിക്ക് ഇതിലേക്കൂടെ പോയാലും മറ്റേ ഇവിടെ കാണാൻ പറ്റും. പക്ഷെ എനിക്കിപ്പം പോകണ്ട.
സത്യമായിട്ട് എനിക്ക് പേടിയാ. അതിൽ പ്രത്യേകിച്ചൊന്നുമില്ല പറയാൻ. എനിക്ക് പേടിയാണ്. അവിടെ ഇറങ്ങണ്ട. അവിടെ എന്തോ ഒരു വഴിയൊക്കെ ഉണ്ട്. അപ്പോൾ ഈ നമ്മൾ വീണ്ടും സൈക്കിൾ എടുത്താൽ ലേക്കിനടുത്തുള്ള പോകാനുള്ള വഴി നോക്കിക്കൊണ്ടിരിക്കണം. അവിടെ പോയാൽ അടിപൊളിയാണ്. അത് ഇവിടെ വേണ്ട തന്നെ. പക്ഷെ ഇവിടെ അല്ല, ഇത്രയും ഇങ്ങോട്ട് വരണം. അങ്ങോട്ട് സൈക്കിൾ എടുത്ത് ഉരുട്ടിയാലോ? യെസ്. നമ്മൾ സൈക്കിളിൽ ഇവിടുത്തെ മിക്ക സൈക്കിളിനും സ്റ്റാൻഡില്ല. അപ്പോൾ നമ്മൾ ഇങ്ങനെ മറിച്ചിട്ടിട്ട് എടുക്കണം. എന്നിട്ട് നമുക്കിനി തിരിക്കണം. കാലേ കയറ്റി സൈക്കിള് തിരിച്ചിട്ട് വരാവേ. ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മൾ സൈക്കിളും കൊണ്ട് ഉരുട്ടാണ്. നമുക്ക് ആ വഴി നോക്കാം. എനിക്ക് കാണാൻ നല്ല രസമുണ്ട്. രസമുണ്ട് എന്നാ പേടിയുണ്ട്. ഞാൻ ഒട്ടും പറയത്തില്ല എനിക്ക് പേടിയില്ലെന്ന്. ഉണ്ട്. നിനക്കോ പേടി എവിടേക്കാ തോന്നുന്നുണ്ടോ? എന്നെ പറഞ്ഞു പേടിപ്പിക്കാതെ. ഭീകരമായ സ്ഥലം. ചുമ്മാതാ. ഓക്കെ, അവിടെയാ പോണോ? അങ്ങോട്ട് നിനക്ക് പോണോ? വേണമെങ്കിൽ വേണം. പക്ഷെ അവിടെ പോയി അടിപൊളി മീനെയൊക്കെ കാണാൻ പറ്റും. ഒരു വട്ടം സത്യമായിട്ട് പറഞ്ഞില്ലേടി. അമ്മച്ചിയുണ്ട്, ഏതോ ഒരു അമ്മച്ചിയുണ്ട് ബാക്കിൽ. അമ്മച്ചി പേടിയില്ല, പേടി നമ്മളെന്തിനാ പേടിക്കുന്നത്? അപ്പം അവിടെ ആരും ഇല്ല. ഈ അമ്മച്ചിയായിരുന്നു ഉണ്ടായിരുന്നത്. അമ്മച്ചിയാണോ അപ്പച്ചനാണത്? അപ്പോൾ ഈ നമുക്കിനി ആ ഒരു വെള്ളത്തിൻ്റെ സൈഡോട്ട് ഇറങ്ങിയിട്ട് കാണാം. അപ്പോൾ ഗൈസ് നമ്മൾ ആ വെള്ളത്തിൻ്റെ അടുത്ത് പോകുന്നില്ല. കാരണം ഇവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ പിന്നെ കയറാൻ ഭയങ്കര പാട്. കുറച്ച് ഇറങ്ങിയതുള്ളൂ. ഇങ്ങനെ അങ്ങ് പോകുക. നേരെ പോയി ആ വെള്ളത്തിൽ വീണാലോ? എനിക്കിങ്ങനത്തെ ഓരോ പേടികളൊക്കെ ഉണ്ട്. ആ വെള്ളത്തിൽ പോയി വീണാലോ? ഇവിടുന്ന് നേരെ ഉരുണ്ടടിച്ച് വീണാലോ? വീഴാൻ പറ്റുന്ന സ്ഥലമാണോ? നീ പോയതല്ലേ, അപ്പൊ നമുക്ക് അറിയില്ലേ? ആ, വെള്ളത്തിന് ആഴമുണ്ട്. നീന്താൻ പോലും അറിയത്തില്ല. ഓക്കെ ഗൈസ്, അപ്പം നമ്മൾ അങ്ങോട്ട് പോകുന്നില്ല. നമ്മൾ ഒരു നിക്കൂട്ട വഴിയിൽ സൈക്കിളും കൊണ്ടേ ഇറങ്ങി. അവിടെ പോയി വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അത് വീഡിയോ ഒക്കെ എടുക്കേണ്ടതായിരുന്നു. അവിടെ റെഡ് ലൈന് ഇറങ്ങരുതെന്നൊക്കെ ഉണ്ടായിരുന്നു. നമ്മളത് അറിഞ്ഞില്ല. ഞാൻ അറിഞ്ഞില്ല. ഞാൻ അവിടെ നോക്കിയപ്പോൾ അവിടെ റെഡ് മറ്റേ ഈ റിബൺ വെച്ച് കിട്ടിയ ഒരു സ്ഥലം ഉണ്ടായിരുന്നു. അതാ. അപ്പം ഇറങ്ങാൻ പറ്റത്തില്ല. എനിക്കിത് അറിയത്തില്ലായിരുന്നു ഇറങ്ങാൻ പറ്റില്ലെന്ന്. എന്തൊക്കെ പറഞ്ഞാലും നമുക്കിനി നേരെ തിരിച്ച് വേറെ വഴി കൂടെയൊക്കെ പോവാം. ഇനി ഞാൻ ഈ കാട്ടിൽ നിൽക്കുന്നില്ല. അമ്മേ, നിഗൂഢമായ കാട്. എന്നാ ഭംഗിയുള്ള കാട്. പക്ഷെ നല്ല ഭംഗിയാണ്. ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. ഞങ്ങൾ ഇത്രയും ധൈര്യം സംരക്ഷിച്ചാണ് അവിടെ പോയത്. കണ്ടോ ഗൈസ്, നമ്മൾ ഇത് അതിൻ്റെ അങ്ങോട്ടൊരു വഴിയുണ്ട്. അതിലേക്കൂടെ സൈക്കിൾ ഓടിച്ച് ഇറങ്ങാനൊന്നും പറ്റത്തില്ല. സൈക്കിൾ ഓടിച്ച് അവിടെ ആ ഒരു വഴിയിലവിടെ ആ വഴീൻ്റെ അവിടെ സൈക്കിൾ ഓടിച്ച് ഇറങ്ങാൻ പറ്റത്തില്ല. പക്ഷെ നമ്മൾ സൈക്കിള് എടുത്തിട്ട് ഉരുട്ടി ഒന്ന് ചെന്ന് നോക്കി. കാലിൽ കുറേ വള്ളിയൊക്കെ പടർന്ന് എനിക്കിങ്ങനെ വള്ളിയിൽ കാലൊക്കെ കുടിക്കണ്ടേ. പക്ഷെ എനിക്ക് അന്ന് ആ കണ്ട വ്യൂ കിട്ടില്ലല്ലോ എന്ന് ആലോചിച്ചപ്പം ഒരു സങ്കടം തോന്നുന്നു. അന്ന് ഞാൻ ഒറ്റയ്ക്ക്, ഞങ്ങൾ ഇതേ കണക്കല്ല വന്നത്. അന്ന് ഇവിടെ എനിക്കറിയത്ത പോലും ഇല്ലായിരുന്നു. ലാസ്റ്റ് ഇയർ ഞാൻ എൻ്റെ കസിൻസും റിച്ചും ഡൊവാനയൊക്കെ അവരൊക്കെ കാണിച്ചു തരാം നിങ്ങൾക്ക്. അവരും പിന്നെ ഞാൻ എൻ്റെ അമ്മയുടെ അനിയത്തിയുടെ ഹസ്ബൻഡ്, അതായത് എൻ്റെ അച്ചാച്ചൻ, ഞങ്ങൾ അച്ചാച്ചൻ എന്ന് വിളിക്കാം. അപ്പം അച്ചാച്ചനൊക്കെ ആയിട്ട് അങ്ങനെ വന്നതാണ്. നമ്മളിപ്പോൾ ഒരു കറക്റ്റ് ഇരുട്ടുള്ളൊരു സ്ഥലത്ത് കൂടെ അതാ ഇതിലെ കൂടെ ഒക്കെ രാത്രി ഞങ്ങൾ കള്ളത്തിന് പറയണേ. പക്ഷെ ഞങ്ങൾ സീരിയസ് ആയിട്ട് ഞങ്ങൾ വീട്ടിൽ ഞങ്ങൾ ഈ വഴി വന്ന കാര്യം അറിയത്തില്ല. വ്ളോഗ് കാണുമ്പോഴായിരിക്കും വീട്ടിൽ അറിയുന്നത് ഞങ്ങൾ ഈ കാട്ടിലൊക്കെ വന്ന കാര്യം. ബട്ട്
അതെ ഞങ്ങളുടെ ധൈര്യമേ. അയ്യ അങ്ങനെയൊന്നും പറയല്ലേ, അങ്ങനെയൊന്നും പറയല്ലേ. ശ്രമിച്ചോണ്ടിരിക്കുകയാണ്. അതാ നല്ലൊരു ശ്രമിക്കുന്നുണ്ട്. ഇവിടെ ഒരു വഴി, നീ ഇവിടെ നിൽക്കോണേ, നിപ്പരാവേ, ഞാൻ നീ വരുന്നു. സൈക്കിളും കൊണ്ടൊന്ന് ഇറങ്ങാം. ഒരു മിനിറ്റ്, സൈക്കിളിനെ വീണതല്ല ഗൈസ്. മേലോട്ട് നോക്കൂ, മേലോട്ട് നോക്കോ കേട്ടോ. ഇത്ര ഭംഗിയുള്ള സ്ഥലമാണ്. നമുക്ക് ആ വഴി കൂടെ നോക്കാം. എന്തായാലും നമ്മൾ ഇത്ര കഷ്ടപ്പെട്ട് ഇതിലേക്കൂടെയൊക്കെ കയറി, അപ്പം നമുക്ക് അവിടെയും കൂടി നോക്കാം. നാട്ടിലേക്ക് നല്ല പേടിയാണ്, കാരണം നാട്ടിൽ പാമ്പ് അങ്ങനത്തെ എല്ലാ സാധനങ്ങളും കാണും. വേണമെങ്കിൽ മൃഗങ്ങളും കാണും. ഇറങ്ങാൻ പറ്റുമോ അവിടെ? ഇല്ല, ഓക്കെ. അമ്മാണ്ട കുഴിയാണ് ഗൈസ്, ഇവിടെ ഇറങ്ങാൻ പറ്റില്ല ഗൈസ്, പറ്റത്തില്ല. കണ്ടോ, വേണമെങ്കിൽ അടിച്ചല്ലേ ഇവിടെ കിടക്കും. അപ്പോൾ നമ്മൾ തിരിച്ച് വീട്ടിൽ പോകല്ലേ? സോ നമുക്ക് വീട്ടിൽ പോവാം. ഇനി നമ്മൾ കാട്ടിലൊന്നും കയറുന്നില്ല, നമുക്ക് അല്ലാണ്ട് കുറച്ച് കറങ്ങളാണ്. ഓക്കെ, പോവാം. ഇങ്ങനെ ഒരു വീഡിയോ എടുക്കുമെന്നും ഇങ്ങനെ ഒരു നിഗൂഢമായ സ്ഥലത്ത് വരുമെന്നും ഞാൻ എൻ്റെ സ്വപ്നത്തിൽ പോലും കണ്ടില്ല. നമുക്ക് വണ്ടി വളയ്ക്കാനും വീഡിയോ എടുക്കാൻ പറ്റത്തില്ല. അങ്ങനെ നമ്മൾ തിരിച്ച്, അയ്യോ ഇവിടെ എത്തുമ്പോൾ ഒരു സമാധാനം. അങ്ങനെ നമ്മൾ ഈ കാടുകളെല്ലാം താണ്ടി, സാറ്റർഡേ ആട്ടോ ഈ വ്ളോഗ് എപ്പോൾ ഇടുന്നു എനിക്കറിയത്തില്ല. ഇത് ഞാനിപ്പം സാറ്റർഡേ 4:27 സമയം, സാറ്റർഡേ 29-ാം തീയതിയാണ് ഗൈസ് നമ്മൾ ഈ വീഡിയോ എടുത്തത്. ആൻഡ് അയ്യോ, ഈ കാട്ടിൽ വഴി അറിയുന്ന ആൾക്കാർക്കൊക്കെ അടിപൊളിയായിരിക്കും. നമുക്കറിയത്തില്ല, നമ്മൾ വെറുതെ കയറി ഒന്ന് നോക്കിയതേ ഉള്ളൂ. അതെ, ഞങ്ങൾക്ക് 14 വയസ്സേ ഉള്ളൂ. അപ്പോൾ നമുക്കിനി പോകാം, വേറെ വഴിയിലൊക്കെ പോകാം. പക്ഷേ നമ്മളിനി കാട്ടിലോട്ടല്ല കേട്ടോ പോകുന്നേ. എൻ്റെ കാല് പിടിച്ചു. അപ്പോൾ ടാറ്റ കാടേ. എനിക്ക് ഈ കാട്ടിൽ വരാൻ എന്തൊക്കെ പറഞ്ഞാലും പേടിയാണെങ്കിലും ഇഷ്ടമാണ്, പക്ഷെ കൂടെ ആരെങ്കിലും ഉണ്ടാവണം. ഇന്ന് എനിക്ക് ധൈര്യം തന്നത് ഏഞ്ചലെ ആ കുട്ടി ആണ്. എല്ലായിടത്തും നോക്കി നടക്കാം ലേക്കുള്ള സ്ഥലം. ഇനി എന്തായാലും അങ്ങോട്ട് പോകുന്നില്ല, നമ്മളിതേ റോഡിലെത്തി. നമ്മളിനി നേരെ അങ്ങോട്ട് തന്നെ പോകാം. ഓക്കെ, ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. അതെ, ഇനി നമ്മൾ തിരിച്ച് വീടിന് അങ്ങോട്ടുള്ള അടുത്തൊക്കെ സൈക്കിൾ ഓടിക്കാൻ പോവാം. 4:30 ആയി. 4 മണിക്ക് കയറിയതാ, 30 മിനിറ്റിനകത്തിരിക്കുമായിരുന്നു കാട്ടിനകത്ത്. ഒന്നും ചെയ്തില്ല, വെറുതെ അങ്ങോട്ട് ഇങ്ങനെ ഉരുണ്ട് ഓരോ സൈഡിലോട്ട് ഇറങ്ങി അവിടെ ഇറങ്ങാൻ പറ്റുന്ന വഴി ഉണ്ടോ നോക്കി, അങ്ങനെയേ ഉള്ളൂ. ഇനി നമുക്ക് തിരിച്ച് അങ്ങോട്ട് പോവാം. നമുക്കിനി അവിടെ എത്തിയിട്ട് കാണാം. ഇനി ഇവിടുന്ന് കുറച്ച് ക്രോസ് ചെയ്യാനൊക്കെ ഇച്ചിരി പാടാണ്. ഇവിടുന്ന് ക്രോസ് ചെയ്ത് ഞാൻ പകുതി എത്തുമ്പം ഇനി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം, കാരണം ഇവിടുന്ന് ഞാൻ ഇനി വീഡിയോ എടുക്കുന്നില്ല അല്ലേ. അങ്ങനെ ഗൈസ്, നമ്മൾ കാടും മലയൊക്കെ കറങ്ങി നമ്മൾ തിരിച്ച് നമ്മുടെ വീടിൻ്റെ അടുത്ത് എത്താറായില്ല. 5 മിനിറ്റ് കൂടി വീടിൻ്റെ അടുത്തെത്താൻ. പക്ഷെ നമ്മളിപ്പോൾ വീട്ടിലോട്ടല്ല പോകുന്നത്, നമ്മൾ ഇനി കുറച്ച് അഡ്വെഞ്ചറിക് അല്ലാതെ സൈക്കിൾ ഓടിക്കാൻ പോകുന്നത്. നമ്മളിത് വെറുതെ ഒരു ഗുമ്മിന് വേണ്ടി സൈക്കിൾ ഓടിക്കാൻ പോണേ. അയ്യോ, എനിക്ക് നല്ല വെള്ളം കുടിക്കണം. ഞാൻ പോയി വെള്ളം കുടിക്കട്ടെ. ലെറ്റ്സ് ഡ്രിങ്ക് വാട്ടർ. ഇപ്പം നല്ല സമാധാനം തോന്നുന്നുണ്ട്. കുറേ നാളായി ഇത്രയും സൈക്കിൾ ഓടിക്കാൻ തുടങ്ങിയിട്ട്. ഫിറ്റ്സ്റോയ് പാർക്ക് വഴി പോവാം. ഇവിടെ ഇങ്ങനെ ഓട്ടം ആയോണ്ട്, ഓട്ടം ആയോ ആയില്ലയോന്നൊന്നും എനിക്കറിയത്തില്ല. അതുകൊണ്ട് നമുക്കിവിടെ കരിഞ്ഞ ഇലയൊക്കെ മഞ്ഞാവാനൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഇതോ കണ്ടോ,
അപ്പോൾ ഗൈസ് നമ്മൾ ഇനി ഏഞ്ചലയുടെ വീട്ടിലോട്ടാണ് പോകുന്നത്. അങ്ങോട്ട് പോകാൻ വേണ്ടി നമ്മൾ ഒരു ഷോർട്ട് കട്ട് ഉപയോഗിക്കാൻ പോവുകയാണ്. ഇവിടെ അടുത്തുള്ളൊരു പാർക്ക് വഴി നമുക്ക് കയറി പാർക്ക് ക്രോസ് ചെയ്ത് ഒന്ന് പോകാം. അപ്പോൾ ഗൈസ് നമ്മൾ ഈ പാർക്ക് ഇതിനകത്തോട്ടാണ് കേട്ടോ പാർക്ക്. ഈ ഒരു പാർക്ക് വഴി കയറിയിട്ടാണ് നമ്മൾ ഇവളുടെ വീട്ടിൽ പോകാൻ പോകുന്നത്. അപ്പം നമുക്കൊരു 5 മിനിറ്റ് അല്ല, അതെ ഒരു 1-2 മിനിറ്റ്, ഒരു 2-3 മിനിറ്റൊക്കെ, എന്താ പറയുന്നത്, ഒരു 2-3 മിനിറ്റൊക്കെ ഇവിടെ നിന്നിട്ട് പോവാം. ഞാൻ മുമ്പ് ഈ ഡിക്സൺ റോഡിൽ ആൻറ്റിയുടെ കൂടെ താമസിച്ചു കൊണ്ടിരുന്ന സമയത്തൊക്കെ ഞാൻ ഈ ബസ് സ്റ്റോപ്പിൽ വന്ന് ബസ് കയറാറുണ്ടായിരുന്നു. കാണിച്ചു തരാം, ഏത് ബസ് സ്റ്റോപ്പാണ്. ആ ബസ് സ്റ്റോപ്പിൽ. അപ്പം എനിക്കറിയാം, ഞാനും എൻ്റെ ചേച്ചിയൊക്കെ ശ്വേത ചേച്ചിയൊക്കെ കുറേ ഇങ്ങനെ സൈക്കിൾ ഓടിക്കാൻ ഇറങ്ങിയിട്ടുണ്ട്. എന്നിട്ട് അങ്ങനെ കുറേ ന്യൂ വഴികളൊക്കെ ഞാൻ അങ്ങനെയാണ് പഠിച്ചത്. വായിക്കാത്തോട്ട് മുടി കയറിപ്പോന്നു. അപ്പോൾ എനിക്കിത്ര റെസ്റ്റ് മതി, നമുക്കിനി ഇവിടെ വീട്ടിലോട്ട് പോകാം. അപ്പോൾ നമ്മൾ ഈ പാർക്ക് കർത്താവേ എനിക്ക് നമ്മൾ ഈ പാർക്ക് വഴി കയറിയിട്ടാണ് അങ്ങോട്ട് പോകുന്നത്. അമ്മേ ഈ പാർക്ക് നമുക്കിത് വഴി കയറാം. ഇവിടുത്തെ പാർക്ക് വലുതാക്കി. ഓ മൈ ഗോഡ്, ഇവിടെ കുറേ ആൾക്കാരുണ്ട്. ഇവിടുത്തെ പാർക്ക് വലുതാക്കിയോ? ആണ്. കുറേ ആൾക്കാർ ക്രിക്കറ്റ് കളിക്കുന്നു ഗൈസ്. അപ്പോൾ ഗൈസ് നമ്മളിപ്പം എനിക്ക് ഇനി ഇവിടെ സൈക്കിൾ ഓടിക്കാൻ വയ്യ. ഇതാണ് ഗൈസ് ഫിറ്റ്സ്റോയ് പാർക്ക്. കാണിച്ചു തരാം. സോ ഗൈസ് ദോ ഫിറ്റ്സ്റോയ് പാർക്ക്. ആ പാർക്കിൻ്റെ അവിടെ വെച്ച് ഞാൻ എൻ്റെ അനിയത്തി ശ്രദ്ധേനെയും ഡൊവാനേനെയും കണ്ടു. കടകിടയൊക്കെ വെള്ളം വരുന്നത്. സ്കൈ നോക്ക്, നല്ല ഭംഗിയുണ്ടല്ലേ. അപ്പം നമുക്കിനി ഇവിടുന്ന് മതിയായി. നമുക്കിനി ഡാൻസ് പ്രാക്ടീസ് ചെയ്യാൻ ഞാൻ ഇത് എത്രാമത്തെ വട്ടം പറയുന്നതെന്ന് എനിക്കറിയത്തില്ല. ഡാൻസ് പ്രാക്ടീസ് ചെയ്യാൻ ഏഞ്ചലയുടെ വീട്ടിലോട്ട് പോവാം. അത് ഞാനിനി ഏഞ്ചലയുടെ വീട്ടിൽ പോയിട്ട് വീഡിയോ എടുക്കുന്നുള്ളൂ. കാരണം എനിക്ക് കൈ വേദനിക്കുന്നു, ഒറ്റക്കൈയിൽ ഇങ്ങനെ വീഡിയോ എടുത്ത് തന്നിട്ട്. അപ്പം നമുക്കിനി ഏഞ്ചലയുടെ വീട്ടിൽ വെച്ച് കാണാം. ഗായ്സ് ദേ മല കണ്ടോ, നല്ല വ്യൂ ആയിട്ടുണ്ട്. നല്ലൊരു വ്യൂ. വീഡിയോ എടുക്കണ്ടാന്ന് ഇനി നമുക്ക് ഏഞ്ചലയുടെ വീട്ടിൽ പോയി വീഡിയോ എടുക്കാന്നാണ് വിചാരിച്ചത്. പക്ഷേ ഈ വ്യൂ കണ്ടപ്പോൾ കാണിക്കാതിരിക്കാൻ പറ്റുമോ? അത് തന്നെ, ഇത്ര അടിപൊളി വ്യൂ. അവിടെ മല, കുറേ മരങ്ങൾ, നല്ല ഭംഗിയുണ്ട്. സ്കൈ നോക്ക്. ഇനി നമുക്ക് ശരിക്കും ഏഞ്ചലയുടെ വീട്ടിൽ പോയിട്ട് കാണാവേ. അപ്പോൾ ഗൈസ് നമ്മൾ എന്താ പറയുക, ഏഞ്ചലയുടെ വീട്ടിലെത്തി. നമ്മളിപ്പം ഏഞ്ചലയുടെ ബാക്ക് സൈഡിൽ നിൽക്കുകയാണ് ഡാൻസ് പ്രാക്ടീസ് ചെയ്യാൻ. അപ്പം ഞങ്ങൾ ഡാൻസ് പ്രാക്ടീസ് ചെയ്യുന്നതും കൂടി നിങ്ങൾക്ക് കാണിച്ചു തരാം അല്ലേ? പക്ഷെ ഫുൾ സ്റ്റെപ്സ് കാണിച്ചു തരാം. അതെ, ഫുള്ളും കാണിച്ചു തരത്തില്ല. കാരണം ഡാൻസിൻ്റെ ആ ഒരു ദിവസത്തെ വ്ളോഗ് ഞാൻ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. വ്ളോഗും പിന്നെ അല്ലാതെ സെപ്പറേറ്റ് ഡാൻസിൻ്റെ വീഡിയോയും പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പം അതുകൊണ്ട് ഇപ്പോൾ കാണിക്കാൻ പറ്റില്ല. കുറച്ചൊക്കെ കാണിക്കാം.
അപ്പോൾ ഗൈസ് ഇവിടെ നിന്ന് വിളിക്കട്ടെ. അപ്പോൾ ഗൈസ് നമ്മൾ ഡാൻസ് പ്രാക്ടീസൊക്കെ കഴിഞ്ഞു. 6 മണിക്ക് മുമ്പ് വീട്ടിൽ എത്തണം. കാരണം അമ്മയ്ക്ക് ഡ്യൂട്ടി ഉണ്ട്. അപ്പം അതിന് മുമ്പേ അവിടെ എത്തണം. അല്ലെങ്കിൽ ഞാൻ നൈറ്റൊക്കെ ഇരുന്നാനേ, എനിക്കതൊന്നും ഒരു പ്രശ്നമേ അല്ല. അപ്പം ഞാൻ പഠിക്കണം. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾക്ക് എപ്പോഴത്തേയും പോലെ വീഡിയോ കോൾ ചെയ്ത് പഠിക്കാനുണ്ട്. ഡാൻസ് അല്ല പക്ഷെ പഠിക്കുന്നത്, അല്ലാണ്ട് എക്സാമിനുള്ളതാണ്. ഇപ്പം ഞങ്ങൾ വീട്ടിലോട്ട് പോവാണ്. ഇവളും എൻ്റെ കൂടെ വരുന്നുണ്ട്. സൈക്കിൾ വെക്കണം. 2 സൈക്കിളും കൊണ്ട് പോകാൻ പറ്റില്ലല്ലോ. അപ്പോൾ നമുക്ക് വേഗം വീട്ടിലോട്ട് പോകാം. എന്ത് ഇവള് ദേ വന്നു. ഓക്കെ, അപ്പോൾ ഞങ്ങൾ ഇനി അവിടെ പോയിട്ട് കാണാം. ആണാണ് ഗായ്സ്. അപ്പോൾ നമ്മൾ പോവുകയാണ്. എൻ്റെ ഗായ്സ് നമുക്ക് പെട്ടെന്ന് വീട്ടിൽ പോകാം. അപ്പോൾ ഗായ്സ് നമ്മൾ കുറേ സൈക്ലിങ്ങൊക്കെ പോയി ഡാൻസൊക്കെ പ്രാക്ടീസ് ചെയ്തു. അങ്ങനെ ഞങ്ങളുടെ പ്ലാൻ പോലെ തന്നെ കുറേ കാര്യങ്ങളൊക്കെ നടന്നു നിന്ന്. പക്ഷെ കാട്ടിലൊന്നും പോകുന്നൊരു പ്ലാൻഡ് അല്ലായിരുന്നു. ഞങ്ങൾ ജസ്റ്റ് ഇവിടെ ഓടിക്കാൻ പോകാമെന്ന് വിചാരിച്ചത്. പക്ഷെ അതൊന്നും പ്ലാൻഡ് അല്ലായിരുന്നു. പക്ഷെ നല്ല നല്ല വ്യൂവും പുതിയ കാര്യങ്ങളും പഠിക്കാൻ പറ്റി. അപ്പം ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. ബൈ.